ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗമായി ദൈവപുത്രൻ്റെ മാതാവായി തീരുവാൻ നിയോഗം ലഭിച്ച സ്ത്രീരത്നമാണ് വിശുദ്ധ കന്യക മറിയാം. നമ്മുടെ ഈ ആയുസ്സിന് ഒരിക്കൽ കൂടി ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ സ്മരണയിൽ തിരുവചന ധ്യാനത്തിനായി കൂടി വരുവാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധ സഭയിൽ പ്രധാനമായും 5 പെരുന്നാളുകളാണുള്ളത്. ജനുവരി 15 വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, മാർച്ച് 25 ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാൾ, മെയ് 15 കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ, ഓഗസ്റ്റ് 15 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ, ഡിസംബർ 26 മാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ എന്നിവയാണ്. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന പെരുന്നാൾ. സഭ കാനോനികമായി അംഗീകരിക്കുന്നില്ലെങ്കിലും നിലവിൽ വിശ്വാസികൾ ആചരിക്കുന്നവയാണ്. അതിന് കാരണം മാതാവും വിശുദ്ധന്മാരും ജനനം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ട് വിശുദ്ധരായവരാണ്. ഏതായാലും പരിശുദ്ധ സഭയുടെ വിശ്വാസ ആചാര്യ മധ്യസ്ഥതയിൽ പ്രഥമ സ്ഥാനമാണ് വിശുദ്ധ കന്യക മറിയാമിനുള്ളത്. ഇന്ന് ചിലർ മാതാവിൻ്റെ മധ്യസ്ഥതയെ അജ്ഞതയാൽ ചോദ്യം ചെയ്യുമ്പോൾ ആരാണ് വിശുദ്ധ മറിയം എന്ന ചിന്ത ഏറെ പ്രസക്തമാകുന്നു. വിശുദ്ധ മറിയം ആരാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:28 മുതലുള്ള വാക്യങ്ങൾ ഇതിന് ഉത്തരമായി 5 സാക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നു. ഒന്നാമത്, വിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതന്റെ സാക്ഷ്യമാണിത്. വിശുദ്ധ മറിയാമിൽ കൃപ നിറയുവാനുള്ള 5 കാര്യങ്ങൾ നമുക്ക് ഈ പെരുന്നാളിൽ മാതൃകയാക്കാം. 1. മറിയാമിൻ്റെ വിശുദ്ധ ജീവിതം. 2. വിനയം. 3. ദൈവാശ്രയം. 4. ശുശ്രൂഷ മനോഭാവം. 5. ദേവാലയവുമായുള്ള ബന്ധം. വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഏറെ പ്രയാസപ്പെട്ടും കഷ്ടപ്പാടുകളേറ്റും കഠിനമായ ഉദരരോഗം ബാധിച്ചപ്പോൾ കർത്താവ് അവനോട് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നാമും ഇന്ന് ആയിരിക്കുന്നതും ആയിരിക്കേണ്ടതും ദൈവകൃപയാലത്രേ. നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഹിസ് ഗ്രേസ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ മറിയം അത്യുന്നതന്റെ ശക്തി പ്രാപിച്ചവളായിരുന്നു. ഈ നോമ്പിൽ നാം ആർജിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവദൂതൻ ഓർമ്മിപ്പിക്കുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഇന്ന് നമുക്ക് ഈ ശക്തി പ്രാപിക്കേണ്ടത് പ്രാർത്ഥനയാലും നോമ്പാലും ഉപവാസത്താലുമാണ്. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മോർ പ്രെയർ മോർ പവർ, ലെസ് പ്രെയർ ലെസ് പവർ, നോ പ്രെയർ നോ പവർ. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ മറിയം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. എലിസബത്ത് മറിയാമിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യമാണിത്. ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറയുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം. ഇന്ന് നാം സ്വയം പ്രശംസകരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ മാതാവിൻ്റെ നിയോഗം അവൾ ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാകുക എന്നതായിരുന്നു. ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണൻ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞു, ഇൻ ഓൾഡൻ ഡേയ്സ് there were golden Christians with wooden cross, but today we can find wooden Christians with golden cross. പണ്ടുകാലങ്ങളിൽ തടിക്കുരിശ് ധരിച്ച സ്വർണം പോലെ തിളങ്ങുന്ന ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ ഇന്ന് സ്വർണക്കുരിശ് ധരിച്ച തടിക്കഷ്ണങ്ങൾ പോലെയുള്ള മനോഭാവം ഉള്ള ക്രിസ്ത്യാനികളെയാണ് കാണുവാൻ കഴിയുന്നത്. What is our Christian witness? 4. വിശുദ്ധ മറിയം ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചവളായിരുന്നു.
ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ ഭവിക്കട്ടെ. വിശുദ്ധ മറിയാം ദൈവഹിതത്തിനായി സ്വയം താഴ്ച വരിച്ച് ജീവിച്ചു. അതിനാൽ അവൾ സകലരിലും ഉയർത്തപ്പെട്ടു. വാനോളം ഉയരുവാനുള്ള വിശുദ്ധിയും ധരയോളം താഴുവാനുള്ള എളിമയും ലോകത്തിന് നൽകിയ മറിയമിൻ്റെ ജീവിത മാതൃക ഇന്ന് നാമും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഓരോ നോമ്പ് നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അഞ്ചാമതായി പറയുന്നു, വിശുദ്ധ മറിയം സകല തലമുറകളിലും ഭാഗ്യവതിയും വാഴ്ത്തപ്പെട്ടവളുമാണ്. മറിയമിൻ്റെ ജീവിതമാണ് ഈ വലിയ സൗഭാഗ്യത്തിന് കാരണമായി തീരുന്നത്. നാനാജാതി മതസ്ഥർക്കും ആശ്രയവും അഭയവും മധ്യസ്ഥതയുമായി നിലകൊള്ളുന്ന പരിശുദ്ധ ദൈവമാതാവ്. ചുരുക്കി പറഞ്ഞാൽ, ഈ ശൂനോയോ നോമ്പും പെരുന്നാളും നാം ആചരിക്കുമ്പോൾ കൃപയിൽ നിറയപ്പെടാനും അത്യുന്നതന്റെ ശക്തിയിൽ ബലപ്പെടുവാനും അനുദിനം അനുഗ്രഹങ്ങളാൽ പ്രശോഭിക്കുവാനും സമർപ്പണ ജീവിതം സന്ദേശമായി തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാനും ഇടയാകട്ടെ. ഏവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ ഈ നോമ്പിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം.